ചക്കയൊക്കെ തീരുമ്പോഴേക്കും ഒരു നല്ല ചക്കയപ്പം കൂടെ ഉണ്ടാക്കാം. അരി കുതിർത്തിയത് വെള്ളം കളഞ്ഞ് തരിയോട് കൂടി പൊടിച്ചെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കയ്യിൽ ആവി അടിക്കുന്നവരെ ചൂടാക്കിയെടുക്കാം. വാങ്ങുന്ന പുട്ടുപൊടിയും കൊണ്ടും അപ്പം പൊടിയും കൊണ്ടൊക്കെ നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കിയെങ്കിലും ഇതുപോലെ നമ്മൾ വറുത്തെടുക്കുന്ന പൊടി കൊണ്ടുണ്ടാക്കുന്ന ചക്കയപ്പം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പൊടി തണുക്കുമ്പോഴേക്കും ശർക്കരയൊന്ന് ഉരുക്കി വെക്കാം. 250 ഗ്രാം ശർക്കരയുണ്ട്. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അധികം ലൂസാകാതെ ഉരുക്കിയെടുക്കാം. പിന്നെ ചക്കയൊന്ന് അരച്ചെടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ചക്ക അരച്ചത് പാത്രത്തിലേക്ക് ഇടാം. അതിലേക്ക് ഉരുക്കിയ ശർക്കരയെ അരിച്ചൊഴിക്കാം. പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർക്കാം. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇടാം. കൂടെ ഏലക്കപ്പൊടിയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം. ശർക്കരയും ചക്കയും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുഴച്ചാൽ കുഴയ്ക്കുന്ന പണി എളുപ്പമാകുമേ. മാവ് അത്യാവശ്യം ലൂസായിട്ട് തന്നെ ഉണ്ടാവണം. ഇതുപോലെ. ഇനി എണ്ണയിലയിൽ കുമ്പിൾ കുത്തി മാവ് അതിലേക്ക് വെച്ച് എന്നിട്ട് ഇതുപോലെ മാവിലേക്ക് സൈഡിലൂടെ താഴേക്ക് കുത്തിയിറക്കി വെച്ചാൽ മതി. ഇനി ആവിയിൽ ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. സ്റ്റീമറിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ചധികം വെള്ളം ഒഴിച്ചാൽ നമുക്കൊരു 15-20 മിനിറ്റ് വരെ ഇത് വേവിക്കാനുള്ളതാണ്. വെള്ളം വറ്റിപ്പോകരുത്. അതിന് മുകളിലേക്കൊരു സ്റ്റീമർ പ്ലേറ്റ് വെക്കുന്നുണ്ട്. ഇനി അപ്പം അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ കുമ്പിൾ കുത്തിയിട്ട് തന്നെ അപ്പം ഉണ്ടാക്കണമെന്നില്ല. വെറുതെ ഇടനിലയിലേക്ക് മാവ് വെച്ചിട്ടൊന്ന് മടക്കിയാൽ മതി. എന്നിട്ട് വേവിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇടനില ഇല്ലെങ്കിൽ നമുക്ക് വാഴയില വെച്ചിട്ട് അതിൽ ഉണ്ടാക്കാം. ഒരു മണം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ അപ്പമൊക്കെ ആയിട്ടുണ്ട്. ഇടനിലേൻ്റെ നല്ല മണമാണ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത മണമാണ്. ചക്ക കിട്ടുന്ന ഈ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സൊക്കെ താഴെ കമൻസിൽ എഴുതി പിൻ ചെയ്തിട്ടുണ്ട്.